ഷഫീദ്, ഒരു നിമിഷം, കെ മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അതെ, പരാതി കൊടുത്തു, ഗവൺമെന്റ് അന്വേഷിച്ചോട്ടെ. ആരെങ്കിലും പറഞ്ഞു പരാതി കൊടുക്കണ്ട? പരാതി കൊടുത്ത സ്ഥിതിക്ക് ഇനി അന്വേഷിച്ച് നടപടി എടുക്കട്ടെ. അതിനെക്കുറിച്ച് ഇപ്പം തീരുമാനിക്കേണ്ട, തുടർ നടപടി. കാരണം MLA രാജിവെക്കാത്ത ചിലരൊക്കെ അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് MLA രാജിയല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഈ കാര്യം തീരുമാനിക്കാനുള്ളൂ. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. അപ്പോൾ അതനുസരിച്ച് തുടർ നടപടികൾ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തുടർ നടപടി വരട്ടെ. അല്ല, അത് പാർട്ടി ആലോചിച്ചാണ് തീരുമാനിക്കാൻ. അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. അത് ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. ഞാൻ പറയാം, പാർട്ടിയുടെ പരമാധികാരി KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിക്ക് നിലപാടെടുക്കേണ്ടി വരും എന്ന കെ മുരളീധരന്റെ പ്രതികരണത്തിൽ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണ് പാർട്ടി കോൺഗ്രസിന്റെ അക്കാര്യത്തിൽ? കോൺഗ്രസിൽ ഒരു വിഭാഗം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏറെക്കുറെ കടുത്ത നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാട് വേണം. രാഹുൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.